നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അടൂരിലെ വീടിന് ചുറ്റും റോന്തു ചുറ്റുകയാണ് CPMകാർ. നിയമസഭാ സമ്മേളനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. രാഹുലിന്റെ വീട്ടിലേക്ക് പലരും വന്നുപോകുന്നു. നിർണായക ചർച്ചകൾ രാഹുലിന്റെ വീട്ടിൽ നടക്കുന്നു. പക്ഷേ ഇരിക്കപ്പുറതി ഇല്ലാത്തത് രണ്ട് കൂട്ടർക്കാണ്. CPMനും പ്രതിപക്ഷ നേതാവ് VD സതീശനും. രാഹുൽ സഭയിൽ എത്തില്ല എന്നൊരു സൂചനയുണ്ട്. എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. സദാ രാഹുലിന്റെ വീടിന് ചുറ്റും കറങ്ങുകയാണ് സഖാക്കൾ. കൂടാതെ VD സതീശൻ അനുകൂലികളും കറങ്ങുന്നുണ്ട്. ഷാഫി രാഹുൽ സതീശനുമായി തെറ്റിയതോടെ അവിടെ നടക്കുന്ന ചർച്ചകളൊന്നും സതീശനിലേക്ക് എത്തുന്നില്ല. പ്രതിപക്ഷ നേതാവിനിട്ട് പൊട്ടിക്കാൻ ഉഗ്രൻ ഐറ്റം രാഹുൽ ഷാഫി കൂട്ടർ ഒരുക്കുന്നുണ്ട്. പണി വരാൻ പോകുന്നുവെന്ന് സതീശനും അപകടം മണത്തിട്ടുണ്ട്. അടൂരിൽ നടക്കുന്ന ഗൂഢാലോചന ചൂണ്ടാൻ സതീശനും ആളെ ഇറക്കിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. ഷാഫിയുടെ കിങ്കരന്മാർ അടൂരിലെത്തുന്നുണ്ടോ? തന്റെ ശത്രുക്കൾ രാഹുലിന്റെ വീട്ടിലെത്തുന്നുണ്ടോ? ഇതൊക്കെ നിരീക്ഷിക്കാൻ പ്രതിപക്ഷ നേതാവും ചാരന്മാരെ സെറ്റാക്കിയെന്നാണ് ചർച്ചകൾ ഒരു വഴിക്കൂടെ നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരണ്ട എന്നാണ് സതീശന്റെ ആവശ്യമെങ്കിൽ വരണമെന്നാണ് CPMന്റെ ആവശ്യം. സർക്കാരിനെ സഭയിലിട്ട് അടിക്കാൻ ആവശ്യത്തിന് കാര്യങ്ങൾ പ്രതിപക്ഷത്തിന്റെ പക്കലുണ്ട്. രാഹുൽ വന്നാൽ ഭരണപക്ഷം അത് ആയുധമാക്കി പ്രതിപക്ഷത്തെ അടിച്ചിരുത്താൻ ശ്രമിക്കും. തിങ്കളാഴ്ച, അതായത് നാളെയാണ് നിയമസഭാ സമ്മേളനം. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എന്തൊക്കെ ബോംബ് പൊട്ടുമെന്ന് വരും മണിക്കൂറുകളിൽ അറിയാം. ഭരണപക്ഷത്തിന്റെ കയ്യിലെ പ്രധാന ആയുധം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. പ്രതിപക്ഷത്തെ തളർത്താൻ അത് സർക്കാർ പയറ്റുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിനിടെ പ്രതിപക്ഷം ഭയക്കുന്ന മറ്റൊരു കാര്യം, രാഹുൽ കേസിൽ എന്തെങ്കിലും ഒന്ന് പൊട്ടിക്കാനായി CPM ബാക്കി വെച്ചിട്ടുണ്ടോ മാറ്റിവെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. സർക്കാരിനെതിരായ അഴിമതികളും പോലീസ് ഗുണ്ടായിസവും എടുത്തിട്ടലക്കും പ്രതിപക്ഷം. സഭയിൽ പ്രതിപക്ഷം കത്തിക്കയറരുത്. അഥവാ കത്തിക്കയറിയാലും അത് പ്രധാന മാധ്യമ വാർത്തയാകരുത്. പകരം വേറെന്തെങ്കിലും മാധ്യമങ്ങളിൽ നിറയണമെന്ന അജണ്ട CPM പുറത്തെടുക്കുമോ? മുൻപ് MV ഗോവിന്ദൻ രാഹുൽ വിഷയത്തിൽ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് കേരളം ഞെട്ടുന്ന വിവരങ്ങൾ പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ എന്നാണ്. ആ ഞെട്ടിക്കുന്ന വിഷയം എന്താണ്? നിയമസഭ തുടങ്ങുന്നതിന് മുൻപ് പൊട്ടിക്കാൻ വെച്ചിരിക്കുകയാണോ എന്ന് പ്രതിപക്ഷ നിരയ്ക്ക് അടിവയറ്റിൽ തീ. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. നാളെ രാവിലെ വന്ന് ക്രൈംബ്രാഞ്ച് വല്ലതും വിളിച്ചു പറയുമോ? അങ്ങനെ ആശങ്കയുടെ മുൾമുനയിലാണ് കോൺഗ്രസ് UDF ക്യാമ്പ്. എന്തു വന്നാലും അതിനെ പ്രതിരോധിക്കാൻ തയ്യാറായാണ് പ്രതിപക്ഷം എത്തുക. രാഹുൽ വിഷയം സഭയിൽ ഭരണപക്ഷം കത്തിക്കാൻ നോക്കിയാൽ മുകേഷ് വിഷയം എടുത്തിടാനാണ് പ്രതിപക്ഷത്തിന്റെയും നീക്കം. പണി മേടിക്കാൻ പോകുന്നത് മുകേഷ് ആയിരിക്കും. സഭയിൽ ഇരുന്ന് നാറിപ്പുഴുക്കേണ്ടി വരും കൊല്ലം MLAക്ക്. നാറാൻ വയ്യാത്തതുകൊണ്ട് മുകേഷ് എന്തെങ്കിലും അടവ് പയറ്റി വരാതിരിക്കാനും ചാൻസ് ഉണ്ട്. കൊല്ലം കോഴിയുടെ ലീലാവിലാസങ്ങൾ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞാൽ CPMനും തിരിച്ചടി തന്നെയാണ്. സഭാ സമ്മേളനം കോഴിക്കഥകൾ കൊണ്ട് നിറയും. ഇവരെയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട ജനങ്ങളുടെ ഒരു ഗതികേട്, അല്ലാതെ എന്തു പറയാൻ. ജനങ്ങളുടെ ദുരിതങ്ങൾ, പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടിടത്ത്, വികസന കാര്യങ്ങൾ ചർച്ചയാകേണ്ടിടത്ത്, സർക്കാർ പിടിപ്പുകേടുകൾ ചർച്ചയാകേണ്ട സ്ഥലത്ത് ഇടത് വലത് നേതാക്കന്മാർ നടത്തിയ പീഡന കഥകൾ ചർച്ചയാകും. എന്തൊരവസ്ഥയാണെന്ന് നോക്കണേ. രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് കുരിശാകാതിരിക്കാൻ ഒരു മുഴം മുന്നേ എറിഞ്ഞിരിക്കുകയാണ് VD സതീശൻ. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ UDFന്റെ ഭാഗമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. യുവതികളുടെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഹുലിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കേന്ദ്ര നേതൃത്വത്തിന്റെ അറിവോടെയാണ് രാഹുലിനെ സസ്പെൻഡ് ചെയ്തത്. ആ തീരുമാനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. കൂട്ടത്തിൽ ഒരാൾക്ക് കേസ് വരുമ്പോൾ വിഷമമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. നിയമസഭാ സമ്മേളനത്തിന് മുൻപായി ഒരു ചാനലിനോട് പ്രതികരിച്ചപ്പോഴായിരുന്നു VD സതീശൻ ഇതൊക്കെ പറഞ്ഞത്. രാഹുൽ വിഷയത്തിൽ ആരാണ് പ്രതിക്കൂട്ടിലെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. രാഹുലിനെതിരെ പോലീസിൽ പരാതിയില്ലായിരുന്നു. പക്ഷേ UDF നേതാക്കൾ ചർച്ച ചെയ്ത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചു. രാഹുലിന്റെ രാജിയുണ്ടായി. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല ഇപ്പോൾ രാഹുൽ. CPM എന്ത് നടപടിയാണ് ഇത്തരം ആരോപണങ്ങളിൽ സ്വീകരിക്കുന്നത്? ബലാത്സംഗ കേസിലെ പ്രതി CPMലുണ്ട്. സ്ത്രീ പീഡന കേസിലെ പ്രതികൾ മന്ത്രിമാരായുണ്ട്. അപ്പോൾ CPM ആണ് പ്രതിക്കൂട്ടിൽ. സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കാൻ കോൺഗ്രസ് ആണ് നടപടിയെടുത്തതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. രാഹുൽ വിഷയത്തിൽ വിഷമമുണ്ടെന്ന് ചോദ്യത്തിന് മറുപടിയായി പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. കൂട്ടത്തിലൊരാൾക്ക് ഇത്തരം കേസുകൾ വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അയാൾക്കെതിരെ നടപടിയെടുത്തതും രാജിവെച്ചതുമെല്ലാം സന്തോഷമുള്ള കാര്യമല്ല. ഐക്യകണ്ഠേനയാണ് രാഹുലിനെതിരെ തീരുമാനമെടുത്തത്.
കേന്ദ്ര നേതൃത്വത്തിന്റെ അംഗീകാരത്തോടെ എടുത്ത തീരുമാനത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. രാഹുലിനെതിരെ നടപടിയെടുത്തതിന്റെ പേരിൽ നേരിടുന്ന സൈബർ ആക്രമണങ്ങളെക്കുറിച്ചും പാർട്ടിയിൽ ഒറ്റപ്പെടൽ ഉണ്ടാകുന്നുവെന്ന ആരോപണത്തെക്കുറിച്ചും പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ആരുടെയും പിന്തുണ ആഗ്രഹിച്ചല്ല പാർട്ടിയിൽ യുവാക്കളെ പിന്തുണച്ചത്. തുടക്കകാലത്ത് എനിക്ക് പാർട്ടിയിൽ നിരവധി അവഗണന നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനും അവഗണന ഉണ്ടാകരുതെന്ന് നിർബന്ധമുണ്ട്. പാർട്ടിയുമായി ബന്ധമുള്ളവരല്ല എനിക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിന് പിന്നിൽ. വ്യാജ ഐഡികളിൽ നിന്നാണ് പ്രചാരണമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തുമോ എന്ന് ഇതുവരെ വ്യക്തമല്ല. ഇക്കാര്യത്തിൽ രാഹുൽ പ്രതികരിച്ചിട്ടില്ല. അടൂരിലെ വീട്ടിലാണ് രാഹുൽ ഉള്ളത്. പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നില്ല. രാഹുലിന് സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് തടസ്സമില്ല. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയതായി സ്പീക്കറെ പാർട്ടി അറിയിച്ചിട്ടുണ്ട്. അതിനാൽ നിയമസഭയിൽ പാർട്ടി MLA-മാർക്ക് ഒപ്പം ഇരിക്കാൻ കഴിയില്ല. ഇതായിരുന്നു VD സതീശന്റെ പ്രതികരണങ്ങൾ. അതായത് VD സതീശൻ പറയുന്നത് രാഹുലിനെതിരെ കേസ് വന്നതിൽ തനിക്ക് വിഷമമുണ്ട് എന്നൊക്കെയാണ്. തനിക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ കോൺഗ്രസുകാരല്ല എന്ന് VD സതീശൻ പറയുമ്പോഴും സത്യാവസ്ഥ അതുതന്നെയാണ്. കാരണം ഷാഫിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും സൈബർ ഗ്രൂപ്പുകളിൽ നിന്നാണ് VD സതീശനെതിരെ വിമർശനങ്ങളും തെറിവിളികളും ഒക്കെ വരുന്നത് എന്നുള്ളതിന്റെ തെളിവുകളും ഉൾപ്പെടെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഒന്ന് പോളിഷ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു VD സതീശൻ. തനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് VD സതീശൻ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടെ ലൈംഗികാരോപണ വിവാദത്തിൽ മാധ്യമങ്ങളെ പഴിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നു. രാഹുലും സുഹൃത്തുക്കളും അടങ്ങിയ മിഷൻ 2026 എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട സന്ദേശത്തിലാണ് എല്ലാം മാധ്യമങ്ങളുടെ പ്രൊപ്പഗാണ്ട എന്ന വാദം രാഹുൽ ഉയർത്തുന്നത്. മാധ്യമങ്ങളുടെ ലക്ഷ്യം താനല്ലെന്നും താൻ ഒരു കണ്ണി മാത്രമാണെന്നും പറഞ്ഞായിരുന്നു സന്ദേശം തുടങ്ങുന്നത്. തനിക്ക് പിന്നാലെ ഷാഫി പറമ്പിൽ, PK ഫിറോസ്, VT ബൽറാം, T സിദ്ദിഖ്, ജബി മേത്തർ തുടങ്ങിയവരെ മാധ്യമങ്ങൾ പല കാരണങ്ങൾ പറഞ്ഞ് ആക്രമിച്ചു. നേതാക്കളും യുവനിരയും സൈബർ പോരാളികളും തളരേണ്ടത് അവരുടെ ആവശ്യമാണെന്നും ഈ പ്രൊപ്പഗാണ്ടയിൽ വീണു പോകരുതെന്നും രാഹുൽ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഇതിനിടെ മറ്റൊരു വിവരവും കൂടി രാഹുൽ വിഷയത്തിൽ ഇപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിചാരിച്ചാൽ കുറഞ്ഞത് 10 കോൺഗ്രസ് നേതാക്കളെങ്കിലും വീട്ടിലിരിക്കുമെന്ന് മാങ്കൂട്ടത്തിലിനെ അനുകൂലിക്കുന്ന ഡിജിറ്റൽ മീഡിയ ടീം അംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയെന്ന് എറണാകുളം ജില്ലയിലെ ചുമതലക്കാരന്റെ ഒരു പരാതി. കോൺഗ്രസ് വൈറ്റില ബ്ലോക്ക് സെക്രട്ടറി കൂടിയായ PV ജെയിൻ ആണ് ഇത് സംബന്ധിച്ച് KPCC പ്രസിഡന്റിന് പരാതി അയച്ചതത്രേ. മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ പിന്തുണച്ച് സമൂഹ മാധ്യമത്തിൽ കുറിപ്പിട്ടപ്പോഴായിരുന്നു ഭീഷണി വന്നത്. പിന്നാലെ ഡിജിറ്റൽ മീഡിയയുടെ ജില്ലാ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി. വിഷയത്തിൽ നേതൃത്വത്തെ പിന്തുണച്ച് കുറിപ്പിടുമ്പോൾ ആർക്കാണ് വിഷമമുണ്ടാകുന്നത് എന്ന് KPCC അന്വേഷിക്കണമെന്നും ജെയിൻ പരാതിയിൽ ആവശ്യപ്പെട്ടു. മാങ്കൂട്ടത്തിലിനെ അനുകൂലിക്കാത്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഔദ്യോഗിക ഡിജിറ്റൽ മീഡിയ സംഘം തന്നെയാണ് സൈബർ ആക്രമണം നടത്തുന്നത്. ജിജോ മാത്യു, സന്ദീപ് വാഴക്കാടൻ, റെനേഷ് തുരുത്തിക്കാടൻ തുടങ്ങിയവർ അതിനായി വ്യാജ ഫേസ്ബുക്ക് ഐഡികൾ ഉപയോഗിക്കുന്നു. പാർട്ടിക്ക് ഗുണകരമാകുന്ന കാര്യങ്ങളല്ല ഇവർ ചെയ്യുന്നത്. ചില നേതാക്കളെ സുഖിപ്പിക്കാൻ അവരുടെ പടം വെച്ചുള്ള പോസ്റ്റുകൾ മാത്രമാണ് അവർ ഇറക്കുന്നത്. പല നേതാക്കൾക്കും ഇതൊക്കെ അറിയാം, എന്നിട്ടും മിണ്ടാതിരിക്കുകയാണ്. ഇവർ അവർക്ക് വേണ്ടിയും പണം വാങ്ങിയതുകൊണ്ടാണോ എന്നും ജെയിൻ പരാതിയിൽ ചോദിക്കുന്നു. ഇത്തരത്തിലൊരു ആരോപണവും കൂടി ഇപ്പോൾ രാഹുൽ വിഷയത്തിൽ ഉയർന്നു വന്നിരിക്കുകയാണ്. എന്നാൽ ഇതിനോട് പ്രതികരിക്കാനൊന്നും തന്നെ കോൺഗ്രസോ നേതാക്കളോ ആരും തന്നെ തയ്യാറായിട്ടില്ല. രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് പലരും ഇപ്പോൾ സൈബർ ഇടത്തിൽ പോസ്റ്റുകൾ വലിയ രീതിയിൽ ഇട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇത് രാഹുലും ഷാഫിയും ചേർന്ന് നടത്തുന്ന ഒരു നീക്കമാണെന്നും രാഹുലിനെ ന്യായീകരിക്കാനും വെള്ളപൂശിയെടുക്കാനും വേണ്ടി കോൺഗ്രസിനുള്ളിൽ തന്നെ ഷാഫിയുടെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്നും അവരാണ് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ള വിമർശനങ്ങൾ സതീശൻ പക്ഷവും പറയുന്നുണ്ട്. ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൽ കൂട്ടയടിയും പിളർപ്പും തുടങ്ങിയിട്ടുണ്ട്. VD സതീശൻ ഒരു പക്ഷത്തേക്ക് മാറി, രാഹുൽ ഷാഫി ഗ്രൂപ്പ് മറ്റൊരു പക്ഷത്തേക്ക് മാറി പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് നിയമസഭാ സമ്മേളനം നടക്കാൻ പോകുന്നത്. സ്വന്തം പാർട്ടിയിലെ പ്രശ്നങ്ങൾ തന്നെ പരിഹരിക്കാൻ ഇതുവരെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ നിയമസഭയിലെത്തി ഭരണപക്ഷത്തെ അടിച്ചിരുത്താൻ പോകുന്നത് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. പരമാവധി കോൺഗ്രസിനെ തളർത്താനുള്ള എല്ലാ നീക്കവും CPM സർക്കാരും ചേർന്ന് നടപ്പാക്കുന്നുമുണ്ട്. നാളെ നിയമസഭയിൽ ആർക്കാണ് അടികിട്ടാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.